to be told. ഇന്ന് ജൂൺ 19. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ലോക വായനാ ദിനമാണ്. നമ്മുടെ അരീനയിലെ കുട്ടികൾക്ക് വായനയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അവർക്ക് കമ്പ്യൂട്ടറുമായിട്ടാണ് കൂടുതൽ ബന്ധം. നമ്മുടെ അരീനയിലെ കുട്ടികളുടെ വായനാ നിലവാരം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 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 ജൂൺ 19 പ്രത്യേകത എന്താണെന്നറിയോ? വായനാ ദിനം. ആടുജീവിതം ആരുടെ നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളതെന്നറിയോ? ബെന്യാമിൻ. ഓക്കെ, താങ്ക് യു. ഞാൻ വായിക്കാറില്ല. ഡയറി ഓഫ് ആനി ഫ്രാങ്ക്. ആൽക്കമിസ്റ്റ്. ഒരു ബുക്കും വായിച്ചിട്ടില്ല. ഇതൊന്നും വായിക്കാറില്ലേ? ജൂൺ 19. വിങ്സ് ഓഫ് എയർ. വിങ്സ് ഓഫ് എയർ. അബ്ദുൽ കലാം. അബ്ദുൽ കലാം. ജൂൺ 19 പ്രത്യേകത എന്താണെന്നറിയോ? വായനാ ദിനം. ഓക്കെ, ബുക്കൊക്കെ വായിക്കുമോ? കുറച്ച്. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതെങ്കിലും ഒരു നോവലിന്റെ പേര് പറയാമോ? പത്തുമന്റെ ആട്. ഓക്കെ, താങ്ക് യു. ബുക്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ട് തോന്നിയ ഒരു ബുക്കിന്റെ പേര് പറയാമോ? ഒരു സങ്കീർത്തനം പോലെ. ബാല്യകാല സഖി ആരുടെ നോവലാണെന്നറിയോ? ബഷീർ. ഓക്കെ, താങ്ക് യു. ജൂൺ 19 പ്രത്യേകത എന്താണെന്നറിയോ? വായനാ ദിനല്ലേ? ബുക്സ് ഒക്കെ വായിക്കുമോ? ഇല്ലേ? മാഡം, ജൂൺ 19 വായനാ ദിനമല്ലേ? മാഡം ഒരുപാട് ബുക്കൊക്കെ വായിക്കുമെന്ന് നമുക്കറിയാം. മാഡത്തിന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്കിന്റെ പേര് പറയാം? ഞാനങ്ങനെ ഒരുപാട് ബുക്കൊന്നും വായിക്കത്തില്ല. ഇപ്പം അങ്ങനെ വായന വളരെ കുറവാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രശ്നമാണ്, ഫോണിലാണ് കൂടുതൽ ടൈം. പിന്നെ വായിക്കാൻ ഇഷ്ടമാണ്. വായന ഒരു നല്ല പരിധിവരെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ വായിക്കുന്ന പുസ്തകം ഉറക്കപ്പിശാച് എന്ന് പറഞ്ഞൊരു പുസ്തകം വായിക്കുന്നത്, ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല. ഇൻസ്പയർ ചെയ്ത ബുക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ KR മീരയുടെ ബുക്സൊക്കെ ഇപ്പം ആരാച്ചാറൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും അധികം ഒരാളുടെ ഇത് ഇൻസ്പയർ ചെയ്തതെന്ന് ചോദിച്ചാൽ അറ്റുപോയ ഓർമ്മകൾ എന്ന് പറഞ്ഞ് ജോസഫ് മാഷിൻ്റെ ഒരു ബുക്കുണ്ട്. അതാണ് എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തൊരു ബുക്കായിട്ട് എനിക്ക് തോന്നിയത്. കാരണം മാസങ്ങളോളം അതിൻ്റെ പല ഏടുകളും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ വായന എന്നും ഒരാളെ വളർത്തത്തേ ഉള്ളൂ. ഇപ്പോഴത്തെ ജനറേഷനോട് പറയാനുള്ളത് ഒരിക്കലും വായിക്കാതിരിക്കരുത്. എത്ര തിരക്കാണെങ്കിലും നമുക്ക് യാത്രയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴോ ഫോൺ കുറച്ച് നേരം മാറ്റിവെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നമുക്ക് നേരിടാൻ വായനയിലൂടെ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.